നമ്മുടെ ഈ 88-ാം നമ്പർ ബൂത്തിൽ, അതായത് ഡോക്ടർ പി സരന് വോട്ടുള്ള 88-ാം നമ്പർ ബൂത്തിൽ പുതിയൊരു മെഷീൻ കൊണ്ടുവന്നിരുന്നു. ആ മെഷീനും തകരാറാണോ എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. പ്രസാദ്, ഈ 88-ാം നമ്പർ ബൂത്തിൽ കൊണ്ടുവന്ന മെഷീനും തകരാറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ബൂത്തിൽ ഇനിയും പോളിംഗ് ആരംഭിക്കാൻ കഴിയിട്ടില്ല. ഈ രാവിലെ തന്നെ മോക്ക് പോളിംഗ് നടന്നല്ലോ. ഇപ്പോൾ ഈ മോക്ക് പോളിംഗ് നടക്കുന്ന സമയത്ത് ഈ യന്ത്രങ്ങൾ എല്ലാം പ്രവർത്തനക്ഷമമാണോ എന്ന് അറിയാൻ കഴിയില്ലേ? സാധാരണഗതിയിൽ മോക്ക് പോളിംഗ് നടക്കുന്ന സമയത്ത് അതെല്ലാം ശരിയാക്കിയതിന് ശേഷമാണ് ഇത് സീൽ ചെയ്യാറുള്ളത്. ഇവിടെയും അത് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷേ യന്ത്രത്തകരാർ വളരെ കുറഞ്ഞ ഇപ്പോൾ 184 ബൂത്തുകളുള്ളതിൽ 12 ബൂത്തുകളിലാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 88-ാം നമ്പർ ബൂത്തിൽ അവിടെ നമ്മുടെ പ്രതിനിധി ശാന്തകുമാർ അവിടെയുണ്ട്. അദ്ദേഹത്തിന് അത് നിലവിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും അതും ഉടൻ തന്നെ പരിഹരിക്കുമെന്ന് കരുതുന്നു. 12 ബൂത്തുകളിലാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി നേരിടുന്നത്. കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിൽ അവിടെ വോട്ടിംഗ് മെഷീൻ മാറ്റി പുതിയത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ അവിടെയും വോട്ടിംഗ് ആരംഭിക്കാൻ കഴിയുമെന്നതാണ് അവർ പറയുന്നത്. ശരി പ്രസാദ്, ശാന്തകുമാർ ഇപ്പോൾ ലൈനിലുണ്ട്. ശാന്തകുമാർ, ഈ പുതിയ മെഷീൻ കൊണ്ടുവന്നിട്ട് അതും തകരാറാണോ? തീർച്ചയായും സേതു, അത് തന്നെയാണ്. പുതിയ മെഷീൻ കൊണ്ടുവന്ന് 20 മിനിറ്റ് ശേഷമാണ് പുതിയ മെഷീൻ എത്തിയത്. ആ മെഷീൻ ഇപ്പോൾ വെച്ചുള്ളൂ, അതും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനും തകരാറ് തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കഴിഞ്ഞ 35 മിനിറ്റായി 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചതാണ്. ഇതുവരെയും 88-ാം നമ്പർ ബൂത്തിൽ പോളിംഗ് ആരംഭിക്കാനായിട്ടില്ല. രണ്ടാമത് കൊണ്ടുവന്ന മെഷീൻ VVPAT മെഷീനും തകരാറ് കാണിക്കുന്നത് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും പോളിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. സരിൻ ഉൾപ്പെടെ പുറത്ത് കാത്തു നിൽക്കുന്നു. ഏകദേശം നീണ്ട നിര തന്നെ രാവിലെ മുതൽ 88-ാം നമ്പർ ബൂത്തിലുണ്ട്. അത് തുടരുക തന്നെയാണ്. അവ പരിഹരിക്കുന്നതിനുള്ള മെഷീൻ തകരാർ പരിഹരിക്കുന്നതിനുള്ള ശ്രമം തുടരുന്നുണ്ട്. ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ? അവ ഉടൻ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അധികൃതർ. അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ എത്തിയിട്ടുണ്ട്. അവർ അത് പരിശോധിക്കുകയാണ്. അതിനുശേഷമാണ് രണ്ടാമതൊരു മെഷീനും കൊണ്ടുവന്നത്. ആ മെഷീനാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. അതും ഉടൻ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇതുവരെയായിട്ടും പോളിംഗ് ആരംഭിക്കാനായിട്ടില്ല. ഇടതു സ്ഥാനാർത്ഥി സരിൻ പോളിംഗ് ബൂത്തിലുണ്ട്. പോളിംഗ് ബൂത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, VVPAT-നായിരുന്നു പ്രശ്നം. VVPAT ഞാൻ അവിടെ തരാം. 88-ാം നമ്പർ ബൂത്തിലെ പ്രശ്നം പരിഹരിച്ചു പോളിംഗ് ആരംഭിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അത് സരിൻ തന്നെ പറയുന്നുണ്ട്. സരിൻ വലിയ ക്യൂ ഉണ്ടായതുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ ഇപ്പോൾ വോട്ട് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. എന്തായാലും പ്രശ്നം പരിഹരിച്ചു. 88-ാം നമ്പർ ബൂത്തിൽ അരമണിക്കൂറായി പോളിംഗ് പരിഹരിക്കാനായിട്ടുണ്ട്. പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് സരിനും പറഞ്ഞത്. എന്തായാലും സരിൻ അത്യാവശ്യം ബാക്കിലേക്ക് നിന്ന് സ്പേസ് ഉണ്ടാക്കി ചെയ്യാം. സരിൻ വോട്ട് ചെയ്യാനെത്തിയ 88-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീനിൽ തകരാറുണ്ടായിരുന്നു. രണ്ടാമതെത്തിച്ച യന്ത്രത്തിലും തകരാറുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സരിന്റെ പ്രതികരണത്തിലേക്ക്. എല്ലാം ശരിയാകും. പാലക്കാടിന്റെ പ്രശ്നം പരിഹരിക്കാനാണല്ലോ ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ 88-ാമത്തെ ബൂത്തിൽ ഒരു ചെറിയ സാങ്കേതിക പിശകുണ്ടായിരുന്നു. മോക്ക് പോൾ 50 എണ്ണം ചെയ്ത ശേഷം ഡിസ്പ്ലേ യൂണിറ്റിലെ ടോട്ടൽ കൗണ്ട് 0 ആക്കി റീസെറ്റ് ചെയ്ത ശേഷം ആദ്യത്തെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ യൂണിറ്റ് ഓൺ ആക്കുമ്പോൾ, അതായത് ആദ്യത്തെ 50 മോക്ക് പോൾ ചെയ്തപ്പോഴും VVPAT കൃത്യമായിരുന്നു, എല്ലാം ശരിയായിരുന്നു. അപ്പോൾ VVPAT-ലെ ബാറ്ററി എറർ എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ VVPAT-ന്റെ ബാറ്ററി എറർ എന്ന് കാണിച്ചപ്പോൾ ഉടനെ ഓഫീസർ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും ഞാൻ ജില്ലാ കളക്ടറെയും ബന്ധപ്പെടുകയുണ്ടായി. ഫോണിൽ ഉടനെ അവരെത്തി. ആദ്യം ബാറ്ററി മാറ്റി നോക്കി, എററാണെന്ന് കണ്ടപ്പോൾ നമ്മളും കൂടി ഒരു സജസ്റ്റ് ചെയ്തു പുതിയ യൂണിറ്റ് തന്നെ ഒന്ന് റീസെറ്റ് ചെയ്ത് വെച്ച് നോക്കാൻ. അപ്പോൾ പുതിയ യൂണിറ്റ്, അതായത് ഇവിടേക്ക് അസൈൻ ചെയ്ത VVPAT മെഷീൻ മാറ്റി പുതിയ VVPAT മെഷീൻ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എൻട്രികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ വോട്ട് 0 ആണ് എന്ന് ഡിസ്പ്ലേ യൂണിറ്റിൽ വീണ്ടും വന്നു. കാരണം വോട്ട് ചെയ്ത യൂണിറ്റ് അവിടെയുള്ള കൺട്രോൾ യൂണിറ്റിൽ അത് 0 ആണ് എന്നുള്ളത് ഇവിടെ വീണ്ടും തെളിഞ്ഞു. VVPAT-ൽ
പുതിയ VVPAT പ്രകാരം വോട്ടിംഗ് അവിടെ പുനരാരംഭിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞേ വന്ന് ഇനി വോട്ട് ചെയ്യുന്നുള്ളൂ. കാരണം 150 ബൂത്തുകളിൽ എത്തണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു ഉച്ചയോടുകൂടി മാത്രമേ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. വോട്ടിംഗ് ആരംഭിച്ചു, വോട്ടിംഗ് പുനരാരംഭിച്ചു. 88-ലെ വോട്ടിംഗ് പുനരാരംഭിച്ചു. വലിയ ക്യൂ ഉണ്ട്. ഞാൻ ക്യൂവിൽ 20ാമതായിരുന്നു. അപ്പോൾ ഇനിയും അരമണിക്കൂറിലേറെ ഞാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരവസരത്തിൽ തിരക്ക് കൊഴിയുന്നതിനനുസരിച്ച് ഇവിടെ നമ്മുടെ ഏജന്റുമാർ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു സമയം പറയും. അതൊരു അരമണിക്കൂർ മുൻപേ എങ്കിലും മാധ്യമപ്രവർത്തകരെ അറിയിച്ച ശേഷം മാത്രം വന്ന് വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, താങ്ക് യു. പോളിംഗ് പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സരീന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഇവിടെ തിരക്ക് കാരണം പുറത്ത് പോവുകയാണെന്ന് പറഞ്ഞാൽ എല്ലാ ബൂത്തുകളിലേക്കും പോകേണ്ടത് കൊണ്ട് ഇപ്പോൾ വലിയ ഒരു തന്നെ ബൂത്തിലുണ്ട്. അപ്പോൾ അത്രയും നേരം ക്യൂ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തിരക്കൊഴിഞ്ഞ സമയത്ത് വന്ന് വോട്ട് ചെയ്യാൻ സരീനും അദ്ദേഹത്തിൻ്റെ